കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 3.0. അപ്പൊ നമുക്കറിയാം ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഡിഗ്രി കോഴ്സുകളിൽ കോമൺ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നൊരു പേപ്പറാണ് നമ്മുടെ എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ പുറകെ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ എൻവയോൺമെന്റ് സ്റ്റഡീസിന്റെ ഡിസംബർ 2024 വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യാണ്. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം 50 മാർക്കിന്റെ 50 ചോദ്യങ്ങളുള്ള MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു എക്സാം ആണ് എൻവയോൺമെന്റ് സ്റ്റഡീസിന് പൊതുവെ നടത്തപ്പെടാറുള്ളത്. ഇത്തവണയും ഒരു മാറ്റവുമില്ല. ഓരോ ചോദ്യത്തിന് ഓരോ മാർക്ക് വീതം, നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ലാതെ 50 മാർക്കിന് 2 മണിക്കൂറോളം ദൈർഘ്യമുള്ള എക്സാം ആയിരിക്കും അറ്റൻഡ് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, അപ്പൊ ബേസിക്സ് എല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. OMR ഷീറ്റിൽ നമ്മൾ ആൻസേഴ്സ് നോട്ട് ചെയ്യാണ് വേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതവും, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following reports first introduced the concept of sustainable development? അപ്പൊ ഏത് റിപ്പോർട്ടിലാണ് ആദ്യമായി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു ടെർമിനോളജി ഉപയോഗിച്ചിട്ടുള്ളത്? സൈലന്റ് സ്പ്രിംഗ്, ദ ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത്, അവർ കോമൺ ഫ്യൂച്ചർ, അജണ്ട 21 എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ യൂണിറ്റ് 1 ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണിത്. അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ബേൺലാറ്റ് റിപ്പോർട്ട് 1987 അതിലാണ്, അല്ലെങ്കിൽ അതിനെ അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന ബുക്കിലാണ് ഇങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടെർമിനോളജി ഉപയോഗിച്ചിട്ടുള്ളതും അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളതും അല്ലെ. അതായത് നിലവിലുള്ള നമ്മുടെ ജനറേഷന് ആവശ്യത്തിന് റിസോഴ്സ് ഉപയോഗിക്കും, ഭാവിയിലുള്ള ജനറേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാവിയിലുള്ള ജനറേഷനെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ റിസോഴ്സുകൾ നശിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഇത് പറയുന്നത്. സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ റേച്ചൽ കാഴ്സന്റെ ഒരു ബുക്കാണ്. ഹാംഫുൾ എഫക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ്സിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇനി ലിമിറ്റ്സ് ഓഫ് ഗ്രോത്തിലേക്ക് വരുമ്പോൾ എന്താണ്, എക്കണോമിക് ഗ്രോത്തിന്റെ ചാലഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. അതുപോലെ എന്താണ്, എക്കണോമിക് ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. അജണ്ട 21 വരുമ്പോൾ ഒരു ആക്ഷൻ പ്ലാൻ ആണ്. റിയോ സമ്മിറ്റ് 1992 റിയോ സമ്മിറ്റിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ആക്ഷൻ പ്ലാൻ ആണ്. ഓക്കെ, ഇത് യൂണിറ്റ് 1 ബന്ധപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് ദി എക്കോസിസ്റ്റം? താഴെ കൊടുത്തതിൽ എക്കോസിസ്റ്റത്തിന്റെ ഒരു കോമ്പണന്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, അബയോട്ടിക് ഫാക്ടേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ട്രോഫിക് എന്താണ് പിരമിഡിലെ ഏറ്റവും താഴെ, അതായത് പ്രൈമറി ആയിട്ട് വരുന്ന ടീമാണ് പ്രൊഡ്യൂസേഴ്സ്. പ്ലാന്റ്സ് ഒക്കെ അതിൽ വരുന്നതാണ്. കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അതില് ഹെർബിവോഴ്സും കാർണിവോഴ്സും ഒംനിവോഴ്സും ഒക്കെ പെടുന്നു. പിന്നെ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ തന്നെയുള്ള ജീവനില്ലാത്ത എന്താണ്, ജലം, മണ്ണ്, ലൈറ്റ്, എല്ലാത്തിനും നമുക്ക് പരിഗണിക്കാം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നാച്ചുറലി ഫോം ആയത് കൂടെ അല്ല, മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്, പാലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് വരുന്നത്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. അപ്പോ ഡീറ്റെയിൽസിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല. അപ്പോ യൂണിറ്റ് 2 ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഓക്കെ, 3 വരാം. വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? റിന്യൂവബിൾ സോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ്. കോസ്റ്റ് ഓഫ് എക്സ്ട്രാക്ഷൻ, രണ്ടും എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ചിലവ് ഡിഫറെന്റ് ആണെന്ന് പറയുന്നു. ടൈം റിക്വയർഡ് ഫോർ റിപ്ലേനിഷ്മെന്റ്, അതായത് പുതുതായിട്ട് അത് ഫോം ചെയ്ത് വരാൻ സമയത്തിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സമയത്തിന്റെ ഒരു ഡിഫറൻസ് ആണ് പ്രധാനം എന്ന് പറയുന്നു. അവൈലബിലിറ്റി ഓൺ എർത്ത്, ഭൂമിയിലുള്ള അവൈലബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ, എങ്ങനെ നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ റൈറ്റ് ആൻസർ ടൈം റിക്വയർഡ് ഫോർ റിപ്ലേനിഷ്മെന്റ് ആണ്. അതായത് അത് റീബൂട്ട് ചെയ്ത് വരാൻ എടുക്കുന്ന സമയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്പം
റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുമ്പോൾ വിൻഡ്, വാട്ടർ, അല്ലെങ്കിൽ എന്താണ് സൺലൈറ്റ് തുടങ്ങിയൊക്കെ തന്നെ പറഞ്ഞാല് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കത് എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും അവൈലബിൾ ആണ്. എന്നാൽ പെട്രോളിയം, കൽക്കരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് ആണ്. അത് തീർന്നു കഴിഞ്ഞാൽ പുതിയത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. സോ കോസ്റ്റ് ഓഫ് എക്സ്ട്രാക്ഷനോ അവൈലബിലിറ്റി ഓൺ എർത്തോ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷൻ ഒന്നും തന്നെ ഒരു പ്രൈമറി ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, നാലാം ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സോൺസ് ഈസ് ആൻ അക്വാറ്റിക് എക്കോസിസ്റ്റം ഈസ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള അക്വാറ്റിക് എക്കോസിസ്റ്റം താഴെ കൊടുത്ത നാലെണ്ണത്തിൽ ഏതാണ്? ലിറ്റോറൽ സോൺ ഉണ്ട്, അബീസൽ സോൺ ഉണ്ട്, പെലാഗിക് സോൺ ഉണ്ട്, ബെന്തിക് സോൺ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം സൺലൈറ്റിന്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം തന്നെ കരയുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഇതിന് സാധ്യത കൂടുതൽ. കോറൽ റീഫ്സ് ആണ് ഏറ്റവും കൂടുതൽ ഡെൻസ് ആയിട്ട് എക്കോസിസ്റ്റം നിലനിൽക്കുന്ന ഒരു ഭൂമിയിലെ ഒരു പ്രദേശം അല്ലെങ്കിൽ എക്കോസിസ്റ്റം നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ റൈറ്റ് ആൻസർ ലിറ്റോറൽ സോൺ ആണ്, കരയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആഴം കുറഞ്ഞ പ്രദേശങ്ങൾ എന്ന് പറയാം. വലിയ രീതിയിലുള്ള എക്കോസിസ്റ്റം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അബീസൽ സോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഡീപ്പ് ഓഷൻ ആണ്, സൺലൈറ്റിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റി കുറവായിരിക്കും. പെലാഗിക് സോൺ എന്ന് പറയുമ്പോൾ ഓപ്പൺ വാട്ടർ ആണ്, അവിടെ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പോലും എന്താണ് താഴേക്ക് ആഴമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സൺലൈറ്റ് ഒരുപാട് താഴേക്കൊന്നും എത്താൻ സാധ്യതയില്ല. പിന്നെ എന്താണ് ഒരു ബയോഡൈവേഴ്സിറ്റിക്ക് നിലനിൽക്കാൻ പറ്റിയ ഒരു അത്ര വലിയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ബെന്തിക് സോൺ എന്ന് പറയുമ്പോൾ അടിത്തട്ടാണ്, അവിടെ സൺലൈറ്റിന്റെ അവൈലബിലിറ്റി മറ്റൊരുപാട് ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റിയോടെ ഒക്കെ തന്നെ പ്രശ്നമുള്ളതുകൊണ്ട് അതും കുറവാണ്. ഓക്കെ, ഇനി അഞ്ചാം ചോദ്യം, വാട്ട് പെർസെന്റേജ് ഓഫ് എർത്ത്സ് സർഫസ് ഈസ് കവേർഡ് ബൈ ഫോറസ്റ്റ്? ഭൂമിയുടെ മുഴുവനായിട്ടുള്ള ഒരു വിസ്തീർണം എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം അതില് എന്താണ് കാട് നിറഞ്ഞു നിൽക്കുന്നു? 10, 30, 50, 70 എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ശതമാനം ഉള്ളത്. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 30%. ഓക്കെ, ബാക്കി 70% ഒരു വൈൽഡ് ലൈഫ് ആയിട്ട് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. പക്ഷെ ഈ വൈൽഡ് ലൈഫ് ആണ് നമുക്ക് പ്രധാനമായിട്ടും എന്താണ് വാട്ടർ അവൈലബിലിറ്റി ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, കാർബൺ സീക്വസ്ട്രേഷൻ ആയിക്കോട്ടെ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനൊക്കെ തന്നെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് റൈറ്റ് ആൻസർ. ഇതിൽ 70% എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഭൂമിയിലെ വാട്ടറിന്റെ ഒരു പെർസെന്റേജ് ആണ്, നമ്മൾ 70% പറയാറുള്ളത്. ഓക്കെ, ഇനി ദ സലൈനിറ്റി ഓഫ് സീ വാട്ടർ ഈസ് അപ്രോക്സിമേറ്റ്ലി, അതായത് കടൽ വെള്ളത്തിലെ അവൈലബിലിറ്റി ഓഫ് ഉപ്പിന്റെ അംശം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 2, 3.5, 4, 5 എന്നിങ്ങനെ ശതമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 3.5% ഉപ്പ് വെള്ളത്തിന്റെ അംശം സീ വാട്ടറിൽ എന്ന് പറയുന്നത്. നമുക്ക് ഫ്രഷ് വാട്ടറിലും ഉപ്പിന്റെ അംശം ഉണ്ടെങ്കിൽ ഇത്രയില്ല, കടൽ വെള്ളത്തിൽ തന്നെയാണ് അമിതമെങ്കിലും അതൊരു 3.5 ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, 7, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ സിത്തു കൺസർവേഷൻ? നമുക്കറിയാം എക്സ് സിത്തു കൺസർവേഷൻ ഉണ്ട്, ഇൻ സിത്തു കൺസർവേഷൻ ഉണ്ട്. എക്സ് സിത്തു എന്ന് പറയുമ്പോൾ ഒരു ജന്തുവിനെ എടുക്കുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ജീവി എടുക്കുകയാണെങ്കിൽ അതിന്റെ നേറ്റീവ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അതിന്റെ ബയോസ്ഫിയറിന് പുറത്തേക്ക് അതിനെ കൊണ്ടുപോയിട്ട് അതിന്റെ എന്താണ് നമ്മൾ അതിനെ പഠിക്കാൻ വേണ്ടി എന്ത് കാര്യത്തിനായിക്കോട്ടെ അതിനെ മറ്റൊരു സ്ഥലത്ത് വളർത്തുക അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് എക്സ് സിത്തു. സിത്തു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അവരുടെ ബയോമിനെ നമുക്ക് പരിഗണിക്കാം, അവരുടെ എക്കോസിസ്റ്റത്തിനെ പരിഗണിക്കാം, അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റി പറിച്ചു നേടുകയാണെന്ന് പറയാം. ഇൻ സിത്തു എന്ന് പറയുമ്പോൾ അവരുടെ ലൊക്കേഷനിൽ തന്നെ വെച്ച് അവയെ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് എക്സാമ്പിൾ? സൂ എന്നാണ് ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ. സൂ ഉണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്, സീഡ് ബാങ്ക്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഒരു ഇൻസിറ്റു കൺസർവേഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവ്സ് ആണ്. നമുക്കറിയാം ഒരു കാടിനെ നമ്മൾ ബയോ റിസർവ് ആയിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കാടിനെ നമ്മൾ പറിച്ചു നടുകയോ അതിലുള്ള ജന്തുക്കൾ അവിടെ നിന്ന് മാറ്റുകയോ ചെയ്യുന്നില്ല. അവരുടെ ജന്തുക്കളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കുകയാണ്. പുറത്തുനിന്നുള്ള കടന്നാക്രമണങ്ങളെ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒരു സൂവിലേക്ക് വരുമ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ, സീഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ജന്തുക്കളെ കൺസർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രദേശത്തേക്ക് അവരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി കോസ് ഓഫ് ആസിഡ് റെയിൻ? എന്താണ് ആസിഡ് മഴയ്ക്ക് പ്രധാനമായിട്ട് കാരണമെന്ന് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ വളരെയധികം കൂടുന്നതാണോ, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ് കൂടുതൽ എമിറ്റ് ചെയ്യുന്നതാണോ, ഡീഫോറസ്റ്റേഷൻ ആണോ, അല്ലെങ്കിൽ ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുന്നതാണോ? അപ്പൊ നമുക്കറിയാം ആസിഡ് റെയിന്റെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ താജ്മഹലിന്റെ അടക്കം നിറം മാറിക്കൊണ്ടിരിക്കുന്ന ന്യൂസുകൾ നമ്മൾ പല കാലത്ത് കേട്ടിട്ടുണ്ട്. പ്രധാന കാരണം എന്ന് പറയുന്നത് സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡ്സിന്റെയും എമിഷൻ കാരണമാണ്. ഇവ കൂടി ചേർന്നിട്ടാണ് അത് വീണ്ടും പിന്നെ ഒരു അന്തരീക്ഷത്തിൽ വെച്ച് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, എന്താണ് സൾഫർ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ് ഒക്കെ തന്നെ വെഹിക്കുലർ ആക്ടിവിറ്റി, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, അതുപോലെ വോൾക്കാനിക് എറപ്ഷൻ, നമ്മൾ തീപ്പെട്ടി കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക പോലും സൾഫർ ഡൈ ഓക്സൈഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലാണ് അവ ഫോം ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു.
ഡീഫോറസ്റ്റേഷൻ വെജിറ്റേഷൻ നശിക്കുന്നതിനും ബയോഡൈവേഴ്സിറ്റി നശിക്കുന്നതിനും കാരണമാകുന്നു. ഓസോൺ പാളിക്ക് വിള്ളൽ നിൽക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഫ്ലോറോ കാർബൺസ് ആണ്. അതിലൂടെ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഡയറക്റ്റ് ഭൂമിയെ ഹിറ്റ് ചെയ്യുന്നു. അത് നമുക്ക് സ്കിൻ ക്യാൻസറിനൊക്കെ കാരണമാവും. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 4 ബയോ ഹോട്ട്സ്പോട്ട്സ് ആണുള്ളത്. അതിൽ ഈ 4 ഓപ്ഷൻസിൽ 3 ശരിയാണ്, 1 തെറ്റാണ്. ആ തെറ്റ് ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഹിമാലയാസ് ഉണ്ട്, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, സുന്ദർബൻസ് ഉണ്ട്, ഇൻഡോ ബർമ റീജിയൻ ഉണ്ട്. സുന്ദർബൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശിലെ ബംഗാളിൽ പെടുന്നതാണ്. പ്രധാനമായിട്ട് കണ്ടൽ കാടുകൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഭൂമിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബയോഡൈവേഴ്സിറ്റി സ്പേസ് ആണെങ്കിൽ പോലും ഇത് ശരിക്കും 4 ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിൽ 4ാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ പ്രദേശങ്ങളാണ്. അതിൽ സുന്ദർബൻസ് പെടുന്നില്ല. സോ സുന്ദർബൻസ് ഇസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോ ബാക്കി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിന്യൂവബിൾ എനർജി സോഴ്സ് ഈസ് ദി ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ഇന്ത്യസ് എനർജി മിക്സ്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ എനർജി കൺസംഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എനർജി സോഴ്സ്, റിന്യൂവബിൾ സോഴ്സ് ഏതാണ്? വിൻഡ് എനർജി, ഹൈഡ്രോ പവർ, ബയോമാസ്, സോളാർ എനർജി. ഇതൊക്കെ തന്നെ ഒരു റിന്യൂവബിൾ എനർജി ആണെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് എനർജി സോഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോ പവർ, ജലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇലക്ട്രിസിറ്റി കൺസംഷൻ അല്ലെങ്കിൽ ജനറേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതിൽ റിന്യൂവബിൾ എനർജിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. വിൻഡ് എനർജി ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈഡ്രോ പവറിന്റെ ലെവലിൽ എത്തുന്നില്ല. ബയോമാസ് ആണെങ്കിലും സോളാർ എനർജി ആണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ സോളാർ എനർജി ഇപ്പം വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ കംപ്ലീറ്റ്ലി പ്രവർത്തിക്കുന്നത് സോളാർ പവർ ഉപയോഗിച്ചിട്ടാണ്. അടുത്തത് 11ാം ചോദ്യം. ദ പ്രോസസ് ഓഫ് ന്യൂട്രിയൻ സൈക്കിൾ ഇൻ ആൻ എക്കോസിസ്റ്റം ഈസ് കോൾഡ്. ഒരു എക്കോസിസ്റ്റത്തിലുള്ള ന്യൂട്രിയൻ സൈക്ലിംഗ് പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എനർജി ഫ്ലോ, ബയോ കെമിക്കൽ സൈക്കിൾ, എക്കോളജിക്കൽ സക്സഷൻ, ഫുഡ് വെബ്. എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് ബയോ കെമിക്കൽ സൈക്കിൾ ആണ് കേട്ടോ. അതിലൂടെ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ ഒക്കെ തന്നെ സൈക്കിൾ നടക്കുന്നുണ്ട്. അവയൊക്കെ തന്നെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് ലിവിങ് ഓർഗാനിസംസിൽ നിന്നും ഫിസിക്കൽ എൻവയോൺമെന്റിൽ നിന്നൊക്കെ തന്നെ ഇങ്ങനെ കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനർജി ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ ജന്തു മറ്റൊന്ന് ഭക്ഷണമാകുമ്പോൾ അതിലൂടെയാണ് എനർജി ഫ്ലോ സംഭവിക്കുന്നത്. എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുമ്പോൾ ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഓഫ് എക്കോസിസ്റ്റം, ഒന്നുമല്ലാത്തൊരു പ്രദേശം ഒരു എക്കോളജി സിസ്റ്റം, ഒരു ബാലൻസ്ഡ് എക്കോസിസ്റ്റത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതിനാണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസംസ് ആണ്. അവരുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ റിലേഷൻഷിപ്പിനെ വരച്ചു കാണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 12ാം ചോദ്യം. ദ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് വാസ് ഫസ്റ്റ് എനാക്ടഡ് ഇൻ വിച്ച് ഇയർ? ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഫസ്റ്റ് എനാക്ട് ചെയ്തത് ഏത് വർഷമാണ്? 1865, 1927, 1980, 2006. ഇതിലുള്ള റൈറ്റ് ആൻസർ 1927 ആണ്. ഫോറസ്റ്റ് അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഉപയോഗത്തിൽ വരുന്ന റെഗുലേഷൻസ്, ഫോറസ്റ്റ് റിസോഴ്സസിന്റെ സസ്റ്റൈനബിലിറ്റി തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1865 വരുമ്പോൾ ഫസ്റ്റ് ഫോറസ്റ്റ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത അന്നാണെന്ന് പറയാം. പിന്നെയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആയിട്ട് 1927 അത് മാറ്റുന്നത്. പിന്നെ 1980 വരുമ്പോൾ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വരുന്നുണ്ട്. 2006 വരുമ്പോൾ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് വരുന്നുണ്ട്. ഓക്കെ, 13ാം ചോദ്യം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡീകമ്പോസേഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം?
എന്താണ് ഡീകമ്പോസേഴ്സിന്റെ റോൾ എക്കോസിസ്റ്റത്തിൽ? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ? ന്യൂട്രിയൻസ് റീസൈക്കിൾ ചെയ്യാണോ? ഹെർബിവോഴ്സിനെ കൺസ്യൂം ചെയ്യാണോ? അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാണോ? റൈറ്റ് ആൻസർ റീസൈക്കിൾ ന്യൂട്രിയൻസ് ആണ്. അപ്പൊ ജന്തുക്കളിൽ നിന്നും ഭക്ഷണം, ഒരു ജന്തു മറ്റൊന്നിന് ഭക്ഷണം, അങ്ങനെ ന്യൂട്രിയൻസ് ഇങ്ങനെ എനർജി ഇങ്ങനെ പാസ് ചെയ്ത് അവസാനം അത് എന്താണ് ഡീകമ്പോസേഴ്സിലാണ് അവസാനിക്കുന്നത് മനസ്സിലാക്കുക. വീണ്ടും അത് മണ്ണിന്റെ ഭാഗമാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ഫംഗി, ബാക്ടീരിയ തുടങ്ങിയൊക്കെ അങ്ങനെ ഒരുപാട് ഡീകമ്പോസേഴ്സ് വരുന്നുണ്ട്. സൂക്ഷ്മ ജന്തുക്കള് ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിനെ കഴിച്ചിട്ടാണ് സിംപ്ലർ കോമ്പൗണ്ട്സ് ആക്കിയിട്ട് ന്യൂട്രിയൻസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. കാർബൺ, നൈട്രജൻ പോലുള്ള ന്യൂട്രിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോ എന്താണ് മറ്റു നോക്കുകയാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ന്യൂട്രിയൻസ് ആണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, റീസൈക്കിൾ ചെയ്യുന്നത്. ഹെർബിവോഴ്സിനെ കൺസ്യൂം ചെയ്യുന്നത് കാർണിവോഴ്സ് ആണ്, അത് മനസ്സിലാക്കുക, മാംസാഹാരികള്. പിന്നെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നവരല്ല, നൈട്രജൻ ഫിക്സ് ചെയ്യാൻ മറ്റു പല ബാക്ടീരിയാസും ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ ബയോം ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഹൈ ലെവൽ ഓഫ് എൻഡമിസം? ഇന്ത്യൻ ഒരു ബയോ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ, ഒരു ബയോ എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈ എൻഡമിസം ഉള്ളത് ഗാംഗറ്റിക് പ്ലെയിൻസ്, വെസ്റ്റേൺ ഗട്ട്സ്, താർ ഡെസേർട്ട്, ഹിമാലയൻ റീജിയൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ റിച്ച്നെസ് നോക്കുമ്പോൾ എൻഡമിസത്തിൽ അത് വെസ്റ്റേൺ ഗട്ട്സ് തന്നെയാണ്. നീൽഗിരി, താറ്, അല്ലെങ്കിൽ സിംഹവാലം കുരങ്ങ് തുടങ്ങി ഒരുപാട് നമുക്ക് എണ്ണം പറയാൻ പറ്റാത്ത അത്രയും സ്പീഷീസ്, എൻഡമിക് സ്പീഷീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയൊരു ബയോം തന്നെയാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ഗാംഗറ്റിക് പ്ലെയിൻസിലും ഉണ്ട്. ഇപ്പോ ഗംഗാ നദിയിൽ മാത്രം കണ്ടുവരുന്ന ഡോൾഫിൻസ് ഒക്കെ ഉണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. താർ ഡെസേർട്ട് വളരെ കുറവാണ്, ഉണ്ട്, ബട്ട് ഹിമാലയൻ റീജിയൻസ് അതുപോലെ ഉണ്ട്, ബട്ട് വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് നമുക്ക് കിടപിടിക്കാൻ പറ്റില്ല. 15ാം ചോദ്യം, വിച്ച് ഗ്യാസ് ഈസ് ദ പ്രൈമറി കോൺട്രിബ്യൂട്ടർ ടു ദി ഗ്രീൻ ഹൗസ് എഫക്ട്? താഴെ കൊടുത്തതിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് ഏറ്റവും കൂടുതൽ പ്രൈമറി കോൺട്രിബ്യൂട്ടർ ആവുന്നത് മീത്തേൻ, കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫ്ലോറോ കാർബൺ, ഓസോൺ. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത് ഭൂമിയിൽ അന്തരീക്ഷത്തിൽ ചൂട് കൂടുതൽ നിലനിൽക്കുന്നതിന് കാരണമാകുന്നു. അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കാരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുള്ളത്. ഓക്കെ, പ്രധാനമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യപ്പെടുന്ന നമ്മൾ ശ്വസനത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. പിന്നെന്താണ് ഫോസിൽ ഫ്യൂൽസിന്റെ ബേണിങ്ങിലൂടെ ഒക്കെ തന്നെ വരുന്നു. അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സിറ്റു കൺസർവേഷൻ? ഇൻസിറ്റു, എക്സിറ്റു കൺസർവേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, സീഡ് ബാങ്ക്സ്, നാഷണൽ പാർക്സ്, സേക്രഡ് ഗ്രോവ്സ്. ഇതൊക്കെ തന്നെ ഇതിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, സേക്രഡ് ഗ്രോവ്സ് ഒക്കെ തന്നെ ഒരു ജന്തുവിന്റെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് അവയെ പ്രിസർവ് ചെയ്യുന്നതാണ്. സീഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ഒരു ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവയുടെ വിത്തുകൾ ശേഖരിച്ച് കൃത്യമായിട്ട് സ്ഥലത്ത് ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ സീഡ് ബാങ്ക്സ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 17ാം ചോദ്യത്തിലേക്ക് വരാം. ദ ടേം ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ പൊല്യൂട്ടൻ കോൺസെൻട്രേഷൻ അലോങ് എ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിനിൽ പൊല്യൂട്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്ന ഒരു അവസ്ഥ. പിന്നെ പറയുന്നത് ഇൻക്രീസ് ഇൻ ബയോഡൈവേഴ്സിറ്റി ഇൻ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിൽ ബയോഡൈവേഴ്സിറ്റി കൂടി വരുന്ന ഒരു അവസ്ഥ. പോപ്പുലേഷൻ ഒരു ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന്റെ പോപ്പുലേഷൻ ഒരു ഹാബിറ്ററ്റിൽ കുറഞ്ഞു വരുന്ന അവസ്ഥ. ഒരു എക്കോസിസ്റ്റത്തിൽ ന്യൂട്രിയൻസ് റീയൂസ് ചെയ്യുന്ന അവസ്ഥ. ഇതിൽ റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ 1 എന്ന് പറയുന്നത്. കാരണം ഫുഡ് ചെയിനിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ടോക്സിൻ ഉണ്ടെങ്കിൽ, ഒരു പൊല്യൂട്ടൻ ഉണ്ടെങ്കിൽ അത് ഓരോ സ്റ്റേജിലേക്ക് കടന്നു പോകുന്നതോറും അതിന്റെ ഒരു കോൺസെൻട്രേഷൻ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. നമുക്ക് 18ാം ചോദ്യത്തിലേക്ക് വരാം. ആസിഡ് റെയിന്റെ pH ലെവൽ എന്താണെന്നാണ് ചോദ്യം. 7ന് മുകളിലാണോ, 7ന്റെ 6ന്റെ ഇടയിലാണോ, 5.5ക്കും താഴെയാണോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് 7ആണോ? 7 ഒരു ന്യൂട്രൽ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. സോ അതിന് താഴേക്ക് പോകുമ്പോഴാണ് അത് കൂടുതൽ ആസിഡിക് ആവുന്നത്. ഓക്കെ, സോ 5.5 ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. 5.5 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആസിഡിക് ആണെന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ആസിഡ് റെയിന്റെ കാരണമാണ് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ തന്നെ അറ്റ്മോസ്ഫിയറിൽ കൂടി ചേർന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നതിലൂടെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്യാസസ് ഈസ് നോട്ട് കൺസിഡേർഡ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? താഴെ കൊടുത്തതിൽ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കാത്തത്. വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, ഓക്സിജൻ. ഇതിൽ ഓക്സിജൻ ഒഴിച്ച് ബാക്കി 3 എണ്ണവും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. കാരണം ഹീറ്റിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ ഓക്സിജൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 20ാം ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഡസ് ദ ടേം എക്കോളജിക്കൽ ഫുട് പ്രിന്റ് മെഷർ? എക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? റിസോഴ്സ് കൺസംഷൻ ആൻഡ് വേസ്റ്റ് ജനറേഷൻ, അത് റിസോഴ്സ് നമ്മൾ കൺസ്യൂം ചെയ്യും, വേസ്റ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നതാണോ? എനർജി പ്രൊഡക്ഷൻ ആണോ? പോപ്പുലേഷൻ ഡെൻസിറ്റി ആണോ? എക്കോളജിക്കൽ ഫുട് പ്രിന്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. റിസോഴ്സ് കൺസ്യൂം ചെയ്ത് വേസ്റ്റ് ഉണ്ടായി വരുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഓക്കെ, കാർബൺ എമിഷനിലേക്ക് വരുമ്പോൾ എന്താണ്?
കാർബൺ ഫുട് പ്രിന്റ് വിച്ച് ഇസ് എ കോമ്പണന്റ് ഓഫ് ദി എക്കോളജിക്കൽ ഫുട് പ്രിന്റ് ആണ് എന്ന് നമുക്ക് പറയാം. എനർജി പ്രൊഡക്ഷൻ, എനർജി കൺസംഷൻ കോൺട്രിബ്യൂട്ട് ടു ദി എക്കോളജിക്കൽ ഫുട് പ്രിന്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സോൾ മെഷർ എന്ന് പറയുന്നുണ്ട്. ഇരുപത്തിയൊന്നിലേക്ക് വരാം. വിച്ച് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഓസോൺ ലെയർ? നമുക്കറിയാം ഏകദേശം 5ഓളം ലെയർ ആയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഭൂമിയുടെ ലെയേഴ്സിനെ, അറ്റ്മോസ്ഫിയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിൽ ഏത് ലെയറിലാണ് ഓസോൺ ലെയർ നിൽക്കുന്നത്, സോറി ഏത് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഏത് ലെയറിൽ തന്നെയാണ് ഓസോൺ പാളികൾ നിൽക്കുന്നതെന്നാണ് ചോദ്യം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതില് കരയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. അതിന് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ ഓസോൺ പാളികൾ നിൽക്കുന്നത്. ഇവ പ്രധാനമായിട്ടും അൾട്രാവയലറ്റ് രശ്മികളെ അബ്സോർബ് ചെയ്യുന്നു, അത് എന്നിട്ട് ഭൂമിയെ സംരക്ഷിക്കുന്നു. കാരണം അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ക്യാൻസർ പോലുള്ള ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാവും. അവയെ തടുത്തു നിർത്തുന്നത് ഓസോൺ പാളികളാണെന്ന് മനസ്സിലാക്കുക. ട്രോപ്പോസ്ഫിയർ ഞാൻ പറഞ്ഞു. മെസോസ്ഫിയർ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ തെർമോസ്ഫിയർ ഭൂമിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. 22ാം ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രൈമറി കൺസ്യൂമർ ഇൻ എ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം? താഴെ കൊടുത്തതില് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലെ ഒരു പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത്, അതായത് കരയിലുള്ള ഒരു പ്രൈമറി കൺസ്യൂമർ ഏതാണ്? ടൈഗർ, ഗ്രാസ് ഹോപ്പർ, ഈഗിൾ, സ്നേക്ക്. അപ്പൊ നമ്മുടെ ഈ ഒരു പിരമിഡ് നോക്കുമ്പോൾ, ട്രോഫിക്കൽ പിരമിഡ് നോക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പിന്നെ അവയെ ഭക്ഷണമാക്കുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ് ഉള്ളത്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലാന്റ്സ് ഒക്കെയാണ് പ്രധാനമായിട്ടും. അപ്പൊ പ്ലാന്റ് ഭക്ഷിക്കുന്ന ജന്തുക്കളാണ് നമ്മൾ പ്രൈമറി കൺസ്യൂമർ ആയിട്ട് പരിഗണിക്കുക. ഇക്കൂട്ടത്തില് പ്ലാന്റ് ഭക്ഷിക്കുന്ന ഒറ്റ ജന്തു മാത്രമേ ഉള്ളൂ, അത് ഓപ്ഷൻ 2 ഗ്രാസ് ഹോപ്പർ ആണ്. ടൈഗർ ഒക്കെ തന്നെ ഈ ഇതില് ഡികമ്പോസിന് തൊട്ട് താഴെ വരുന്ന ഒരു അപ്പെക്സ് പ്രിഡേറ്റർ ലെവലിൽ വരുന്നതാണ്. ഒക്കെ തന്നെ ഒരു കാർണിവോസ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡറി ടെർഷറി കൺസ്യൂമേഴ്സ് വിഭാഗത്തിൽ പെടുന്നവയാണ്. 23. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇസ് എ മേജർ കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ? മനുഷ്യന്റെ പ്രവൃത്തിയിൽ ഏറ്റവും പ്രധാനമായിട്ടും ഡീഫോറസ്റ്റേഷൻ കാരണമാണെന്ന് താഴെ കൊടുത്തതിൽ ഏതാണ്? എഫോറസ്റ്റേഷൻ, അത് വനങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ്. മൈനിങ് അല്ലെ, കൺസർവേഷൻ പ്രോഗ്രാംസ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. ഇതിൽ ഓപ്ഷൻ 2 ഒഴിച്ച ബാക്കിയെല്ലാം തന്നെ ഡീഫോറസ്റ്റേഷന് എതിരെ നിൽക്കുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ മൈനിങ് പോലുള്ള നമ്മുടെ പ്രവൃത്തികളാണ് ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നത്. അത് പല രീതിയിലുള്ള എക്കോളജിക്കൽ ഇംബാലൻസിനും കാരണമാവുന്നു. ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയുന്നതാണ്. 24ാം ചോദ്യം. വാട്ട് ഈസ് ദ മെയിൻ പൊല്യൂട്ടന്റ് റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ലെയർ ഡിപ്ലീഷൻ? താഴെ കൊടുത്തതിൽ ഏത് പൊല്യൂട്ടന്റ് ആണ് ഓസോൺ പാളിക്ക് വിള്ളൽ ഏൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്? കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഉണ്ട്, മീത്തൈൻ ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം സൾഫർ ഡയോക്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആസിഡ് റെയിൻ ആണ് കൂടുതൽ കാരണം വന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് പ്രധാനമായിട്ട് AC, റെഫ്രിജറേറ്ററിൽ നിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് ഓസോൺ പാളിക്ക് വിള്ളൽ ഏൽക്കുന്നതിന് കൂടുതൽ കാരണമാകുന്നത്. ഓസോൺ പാളിയുടെ വിള്ളൽ അല്ലെങ്കിൽ തിക്നെസ് കുറയുമ്പം അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയെ ഹിറ്റ് ചെയ്യുന്നതിനും വലിയ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. മീഥേനിലേക്ക് വരുമ്പോൾ നോക്കുക, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമുക്ക് പരിഗണിക്കാം. കാർബൺ മോണോക്സൈഡ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, 25ാം ചോദ്യം. വാട്ട് പെർസെന്റേജ് ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് ആക്സസിബിൾ ഫോർ ഹ്യൂമൻ യൂസ്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. റിപ്പീറ്റഡ്ലി എല്ലാ വർഷവും നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഇത്, അല്ലെങ്കിൽ ഇതുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഭൂമിയിൽ നമുക്കറിയാം 70% വെള്ളം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് തന്നെ 3% അടുത്ത് മറ്റാണ്. അതിൽ എത്ര
ശതമാനം ഫ്രഷ് വാട്ടർ നമ്മുടെ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് ചോദ്യം. 0.5%, 1%, 2.5%, 5% എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, ഫ്രഷ് വാട്ടർ പല ഫോമിലുണ്ട്. അതിൽ അണ്ടർ വാട്ടർ ആയിട്ടുള്ളതുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മഞ്ഞായിട്ട് കട്ട പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലുണ്ട്. പിന്നെ അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പേഴ്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള പെർസെന്റേജ് എന്ന് പറയുന്നത് 1% മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. ഫ്രഷ് വാട്ടറിന്റെ 1% മാത്രം. ഓക്കെ, അത് നമ്മുടെ കായല്, പുഴ അങ്ങനെയുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാം. 26-ാം ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി പേർപ്പസ് ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ? ജപ്പാനിൽ വെച്ച് നടത്തപ്പെട്ട ക്യോട്ടോ പ്രോട്ടോകോളിന്റെ പ്രധാന പേർപ്പസ് എന്തായിരുന്നു? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിന്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നോ? ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണോ? വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കുന്നതാണോ? അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോട്ടോകോൾ ആയിരുന്നു പ്രധാനമായിട്ടും ക്യോട്ടോ പ്രോട്ടോകോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. What is the main focus of the Forest Rights Act of 2006? Industrialization, tribal rights over forest resources, increasing forest area, reducing global warming. 2006-ലെ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രധാനമായിട്ടും ട്രൈബൽ കമ്മ്യൂണിറ്റികളെ പരിഗണിച്ചുകൊണ്ടുള്ളതാണ്. അവരുടെ നിലനിൽപ്പും ഫോറസ്റ്റ് റിസോഴ്സുകൾ അവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാക്കി മറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നിലകൊണ്ടത്. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്ടുമായിട്ട് ബന്ധമില്ലാത്തത് തന്നെയാണ്. ഓക്കെ, ഇനി ഫോറസ്റ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതും ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധവും നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രധാനമായിട്ടും ഈ ഒരു വൈൽഡ് ലൈഫ് റൈറ്റ് ആക്ട് ട്രൈബൽ കമ്മ്യൂണിറ്റിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തീരുമാനപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 28-ാം ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പോയിന്റ് സോഴ്സ് ഓഫ് പൊല്യൂഷൻ? താഴെ കൊടുത്തതിൽ കൃത്യമായിട്ട് ഒരു പോയിന്റിൽ നിന്ന് വരുന്ന ഒരു പൊല്യൂഷൻ സോഴ്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡിസ്ചാർജ് ഉണ്ട്, അഗ്രികൾച്ചർ റൺ ഓഫ്, അർബൻ സ്റ്റോം വാട്ടർ ഡ്രെയിനേജ്, ഡിഫ്യൂസ് എയർ പൊല്യൂഷൻ. റൈറ്റ് ആൻസർ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡിസ്ചാർജ് ആണ്. നമ്മൾ സീവേജുകൾ ഉണ്ടാക്കുന്നു, കൃത്യമായിട്ട് അതിന്റെ ഒരു പ്ലാന്റ് ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും അതിന്റെ പ്ലാന്റിൽ നിന്നും വരുന്ന ഡിസ്ചാർജ് നമുക്ക് കൃത്യമായിട്ട് എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് എന്നുള്ളത് നമുക്ക് ഈസിലി പറയാലോ ഏതാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ. അഗ്രികൾച്ചർ റൺ ഓഫിന് കൃത്യമായിട്ടൊരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അർബൻ സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെന്താണ് ഡിഫ്യൂസ് എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടൊരു ഒരു സോഴ്സ് നമുക്ക് ലിറ്ററലി കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, 29-ാം ചോദ്യം. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഒരു ജൈവ വൈവിധ്യം നശിച്ചു പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ താഴെ കൊടുത്തതിൽ ഏതാണ്? കൺസർവേഷൻ ഓഫ് ബേർഡ്സ് ആണോ? ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ആണോ? സീഡ് ബാങ്കുകൾ സീഡുകൾ പ്രിസർവ് ചെയ്യാനുള്ള ബാങ്കുകളാണോ? റിന്യൂവബിൾ എനർജി യൂസേജ് ആണ്, അതായത് ജലം അല്ലെങ്കിൽ സൺലൈറ്റ്, കാറ്റ് പോലുള്ളവയെ കൂടുതൽ ഉപയോഗപ്പെടുത്തി എനർജി ഉണ്ടാക്കുന്നതാണോ? ഉറപ്പായിട്ടും നമുക്കറിയാം ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ആണ് റൈറ്റ് ആൻസർ അല്ലേ. അത് ഒരു ബയോഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കുന്നു. 30-ാം ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെക്കൻഡറി പൊല്യൂട്ടന്റ്? സെക്കൻഡറി പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി അതൊരു പൊല്യൂട്ടന്റ് അല്ല, എന്നാൽ മറ്റുള്ള പലയുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ മറ്റ് ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് നടക്കുമ്പോൾ അതൊരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറുന്നു. അതേതാണ്? സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, ഓസോൺ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, പെർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ട്. ഇവിടെ റൈറ്റ് ആൻസർ ഓസോൺ ആണെന്ന് മനസ്സിലാക്കുക. ഓസോൺ ഇറ്റ്സെൽഫ് ഒരു പൊല്യൂട്ടന്റ് അല്ല, എന്നാൽ പലതുമായിട്ട് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ നൈട്രജൻ ഓക്സൈഡ്സും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സൺലൈറ്റിന്റെ ഒരു സാഹചര്യത്തിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് മാറുന്നു. അടുത്ത ചോദ്യം, ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഇൻ ദ വേൾഡ് ഈസ്, അതായത് ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഈ ലോകത്തുള്ളതിൽ ഏതാണ്? ആമസോൺ റിവർ ബേസിൻ, ലേക്ക് ബൈക്കൽ, ഗ്രേറ്റ് ലേക്സ്, കാസ്പിയൻ സീ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും ആമസോൺ റിവർ ആയിരിക്കണം, പക്ഷെ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നീളം കൂടിയ നദിയായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുമെന്നല്ലാതെ റൈറ്റ് ആൻസർ ലേക്ക് ബൈക്കലാണ്. കാരണം ഏറ്റവും കൂടുതൽ ഭൂമിയുടെ തന്നെ അതേ റഷ്യയിലാണ് ഇത് വരുന്നത് കേട്ടോ. ഏകദേശം 20% വേൾഡിന്റെ അൺഫ്രോസൺ ഫ്രഷ് വാട്ടർ സപ്ലൈ ഈ ഒരു ലേക്ക് ബൈക്കൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ ആമസോൺ റിവറിലേക്ക് വരുമ്പോൾ ഒരു ലേക്ക് എക്കോസിസ്റ്റം അല്ല, ഒരു റിവറൈൻ എക്കോസിസ്റ്റം ആണെന്ന് ആദ്യം ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. പിന്നെന്താണ്, ഗ്രേറ്റ് ലേക്സും ഒരുപാട് വാട്ടർ കപ്പാസിറ്റി ഉണ്ടെങ്കിലും ബൈക്കലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. കാസ്പിയൻ സീ എന്ന് പറയുമ്പോൾ അതൊരു ഉപ്പ് ജല സംഭരണിയാണ് ബേസിക്കലി. സോ അത് ഉപ്പ് നിറഞ്ഞതായതുകൊണ്ട് നമുക്കൊരു ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആയിട്ട് പറയാൻ പോലും പറ്റില്ല. 32. വിച്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഈസ് മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ ഇന്ത്യ? ഏത് തരം കാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണോ? ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്, കോണിഫറസ് ഫോറസ്റ്റ്, ആൽപൈൻ ഫോറസ്റ്റ് എന്നിങ്ങനെ. എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. എപ്പോഴും പച്ചപ്പ് നിലനിൽക്കുന്ന
കാട് പ്രദേശങ്ങളാണ്. ഡെസിഡസ് ഫോറസ്റ്റുകൾ എന്ന് പറയുമ്പോൾ സീസൺ അനുസരിച്ച് ഇല പൊഴിക്കുന്ന സ്വഭാവം കാണിക്കുന്ന ഇടതൂർന്ന മരങ്ങളുള്ള വലിയ മരങ്ങൾ അവയിലുള്ള ഫോറസ്റ്റുകൾ, അത്യാവശ്യം ചെറിയ രീതിയിൽ ഡ്രൈനസ് ഫീൽ ചെയ്യുന്ന കാടുകള്. പിന്നെ കോണിഫറസ് ഫോറസ്റ്റുകളുണ്ട് ഹിമാലയൻ റീജിയൻസിലൊക്കെ കാണുന്ന തണുപ്പുള്ള പ്രദേശങ്ങളിൽ. അതുപോലെ ആൽപൈൻ ഫോറസ്റ്റുകൾ കൂടുതൽ ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്ന ഇത്. അപ്പൊ ഇതിലെ റൈറ്റ് ആൻസർ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റുകളാണ്. നമുക്ക് പ്രധാനമായിട്ടും മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഇന്ത്യയുടെ മിഡിൽ റീജിയനിൽ മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഫോറസ്റ്റ് ഇത് തന്നെയാണ്. കുറച്ച് ഡ്രൈ ആയിരിക്കും. സീസണിൽ ചേഞ്ച് ആ കാടിനെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 ഡെസിഡസ് ഫോറസ്റ്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ പേർപ്പസ് ഓഫ് എ ബഫർ സോൺ ഇൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ? അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ഭാഗമായിട്ട് ഒരു ബഫർ സോണിന്റെ പ്രധാന പേർപ്പസ് എന്താണ്? കോർ ഏരിയ ഫോർ വൈൽഡ് ലൈഫ്, ട്രാൻസിഷൻ ഏരിയ ഫോർ സസ്റ്റൈനബിൾ യൂസ്, ഹാബിറ്ററ്റ് ഫോർ ഇൻവേസീവ് സ്പീഷീസ്, എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനായിട്ട് വരുമ്പോൾ ബഫർ സോൺ എന്ന് പറയുന്ന ഒരു വൈൽഡ് ലൈഫിന്റെ കോർ ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പോൾ അതല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഒരിക്കലും ആ ഒരു പ്രദേശത്ത് കടന്നു ചെല്ലുന്നതിലൂടെ ഒരിക്കലും വൈൽഡ് ലൈഫ് കൺസർവ് ചെയ്യപ്പെടില്ല. പിന്നെ 3ലേക്ക് വരുമ്പോൾ എന്താണ്, ഇൻവേസീവ് സ്പീഷീസിന് ഹാബിറ്ററ്റ് ഒരുക്കി കൊടുക്കുന്നത് ആ ബയോഡൈവേഴ്സിറ്റി താറുമാറാവുന്നതിന് കാരണമാവുന്നു. എക്കണോമിക് ഡെവലപ്മെന്റ്, അത് സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ കാടിന്റെ പ്രിസർവേഷന് ഒരിക്കലും അത് ഗുണകരമാവില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അതായത് നമ്മളെ മനുഷ്യർ അല്ലെങ്കിൽ ഔട്ടർ വേൾഡും ഈ ഒരു ഫോറസ്റ്റും തമ്മിൽ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബയോഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 34ാം ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഗ്യാസ് ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ആസിഡ് റെയിൻ? അപ്പൊ താഴെ കൊടുത്തതിൽ ആസിഡ് റെയിനെ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓക്സിജൻ. നമ്മൾ മുൻപൊക്കെ ഡിസ്കസ് ചെയ്ത ആ ഗ്യാസ് ആണ് സൾഫർ ഡയോക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് ഒക്കെ കൂടി ചേർന്ന് ഇതൊരു ആസിഡ് റെയിന് കാരണമാകുന്നു. 5.5 ആണ് അതിന്റെ pH ലെവൽ എന്ന് വരുന്നത്. ഇപ്പൊ സൾഫർ ഡയോക്സൈഡ് പ്രധാനമായിട്ടും എന്താണ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിലൂടെ വോൾക്കാനിക് എറപ്ഷനിലൂടെ ഒക്കെ ഫോം ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ഇനി 35ാം ചോദ്യം. ദ സൈലന്റ് വാലി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഒക്കെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. സൈലന്റ് വാലി ഒരു ക്ലൂ നമ്മൾ പറയുകയാണെങ്കിൽ അത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ നിലനിൽക്കുന്നതാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിലാണ്. നമ്മുടെ എന്താണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിൽ അവശേഷിക്കുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരേ ഒരു റെയിൻ ഫോറസ്റ്റ് കൂടെയാണ് നമ്മുടെ ഈ സൈലന്റ് വാലി എന്ന് പറയുന്നത്. സോ അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. കർണാടക, തമിഴ്നാട്ടിലൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സ് പോകുന്നുണ്ട്, ആന്ധ്രയിലില്ല. ബട്ട് സൈലന്റ് വാലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. ഇനി വിച്ച് എനർജി സോഴ്സ് ഈസ് ദി ക്ലീനസ്റ്റ് ഇൻ ടേംസ് ഓഫ് എമിഷൻസ്? അതായത് എമിഷൻ നടക്കുന്ന കാര്യത്തിൽ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള എനർജി സോഴ്സ് ഏതാണ്? കോൾ, കൽക്കരി, ന്യൂക്ലിയർ എനർജി, സോളാർ എനർജി, ബയോമാസ്. ഇപ്പൊ കൽക്കരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൽക്കരി നമ്മളത് എന്താണ് അത് ഉപയോഗിച്ച് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് എന്താണ് ഗ്യാസ് പുറന്തള്ളുന്നുണ്ട്, പൊല്യൂട്ടൻസ് പുറന്തള്ളപ്പെടുന്നുണ്ട്. ന്യൂക്ലിയർ എനർജി എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരുപാട് ന്യൂക്ലിയർ വേസ്റ്റ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ബയോമാസ് ആണെങ്കിൽ പോലും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ സോളാർ എനർജി നമ്മൾ എത്ര ഉപയോഗിക്കുന്നതിലൂടെയും ഒരു വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ ബയോമാസ് ആണെങ്കിലും അതിന്റെ കത്തിക്കുന്നതിലൂടെ മറ്റൊക്കെ തന്നെ
ഇത്തരത്തിലുള്ള വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹസാർഡസ് വേസ്റ്റ്? താഴെ കൊടുത്തതിൽ വളരെ മാരകമായിട്ടുള്ള വേസ്റ്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് എന്താണ്? ഇഗ്നിറ്റബിലിറ്റി, കത്തിപിടിക്കുന്ന അവസ്ഥ, ടോക്സിസിറ്റി, ഒരു നല്ല വിഷാംശമുള്ള ഒരു അവസ്ഥ, റിയാക്ടിവിറ്റി, പല കെമിക്കൽ റിയാക്ഷനോ അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കുന്നതിനൊക്കെ കാണുന്ന രീതിയിലുള്ള റിയാക്ടിവിറ്റി സ്വഭാവം, ബയോഡിഗ്രേഡബിലിറ്റി. ഇതിലേതാണ്? റൈറ്റ് ആൻസർ ബയോഡിഗ്രേഡബിലിറ്റി. ബയോഡിഗ്രേഡബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്താണ്, ഒരു ഹസാർഡസ് വേസ്റ്റ് ഒരിക്കലും ഒരു ബയോഡിഗ്രേഡബിൾ സ്വഭാവം ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ബയോഡിഗ്രേഡബിലിറ്റി is not a characteristic of hazardous waste. Instead, it applies to organic waste that decomposes naturally. നാച്ചുറൽ ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന ഓർഗാനിക് വേസ്റ്റുകൾ ഒഴിച്ച് മറ്റൊന്നിനും ഒരു എന്താണ് ബയോഡിഗ്രേഡബിലിറ്റി സ്വഭാവം ഉണ്ടാവില്ല. 38ാം ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ജിയോളജിക്കൽ ഡിസാസ്റ്റർ? അതായത് ഭൂമിപരമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിക്കാൻ സാധിക്കുന്നത് ഏതാണ്? ഫ്ലഡ്, എന്താണ് നമുക്കറിയാം, പ്രളയം, എർത്ത് ക്വേക്ക്, ഭൂമികുലുക്കം, ആസിഡ് റെയിൻ, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് വരുമ്പോൾ ഒരു ഡിസാസ്റ്റർ ആയിട്ട് നമുക്ക് ഒരു സഡൻ ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിക്കാൻ പോലും സാധിക്കില്ല. അത് പതിയെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആസിഡ് റെയിൻ ആണെങ്കിൽ തന്നെ നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻസിലൂടെ അന്തരീക്ഷത്തിൽ വെച്ച് നടക്കുന്നതാണ്. ഫ്ലഡ് എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രോളജിക്കൽ ഡിസാസ്റ്റർ ആയിട്ട്, ഒരു ജലവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കും. എർത്ത് ക്വേക്ക് ആണ് ഭൂമിയുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിയോളജിക്കൽ ഡിസാസ്റ്റർ ഇവിടെ എർത്ത് ക്വേക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കുക. 39ാം ചോദ്യത്തിലേക്ക് വരാം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, അതിന്റെ എയിം എന്താണെന്നാണ് ചോദിക്കുന്നത്. NGT എയർ പൊല്യൂഷൻ അഡ്രസ് ചെയ്യുന്നതാണോ? ഹാൻഡ്ലിംഗ് എൻവയോൺമെന്റൽ കേസസ് എഫിഷ്യൻലി ആണോ? മാനേജിംഗ് വാട്ടർ റിസോഴ്സസ്, റിഡ്യൂസിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നുണ്ട്. ഇതിലേതാണ് റൈറ്റ് ആൻസർ നോക്കുമ്പോൾ ഹാൻഡ്ലിംഗ് എൻവയോൺമെന്റൽ കേസസ് എഫിഷ്യൻലി എന്നുള്ളതാണ്. അതായത് എൻവയോൺമെന്റൽ ആയിട്ടുള്ള കേസുകളൊക്കെ തന്നെ കൃത്യമായിട്ട് അതിനെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലൂടെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. ഓക്കെ, 40ാം ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഇയർ വാസ് ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എനാക്ടഡ് ഇൻ ഇന്ത്യ? ഏത് വർഷമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ എനാക്ട് ചെയ്തത്? 1972, 80, 86, 92 എന്നീ വർഷങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അത് 1972 ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന വനനശീകരണം, ഇല്ലീഗൽ ട്രേഡ് ഒക്കെ, അതുപോലെ നാഷണൽ പാർക്സിന് സാങ്ച്വറീസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, 1980 വരുമ്പോൾ എന്താണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്താണ് മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. 86 വരുമ്പോൾ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടും 92 പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നും തന്നെ ഇല്ലാത്തൊരു വർഷമാണ്. ഓക്കെ, 41 വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവേഴ്സ് ഹോസ്റ്റ് ഇന്ത്യസ് ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ ഹോസ്റ്റ് ചെയ്യുന്നത് താഴെ കൊടുത്തതിൽ ഏത് നദിയാണ്? ബ്രഹ്മപുത്ര, ഗംഗ, മഹാനദി, സുന്ദർബൻസ്. നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ബയോം തന്നെയാണ് നമ്മുടെ സുന്ദർബൻസ് റിവറിന്റെ തീരത്ത് വരുന്ന മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് സുന്ദർബൻസ് ആണ്. ഓക്കെ, ബ്രഹ്മപുത്രയിലേക്ക് വരുമ്പോൾ ഈ സുന്ദർബൻസ് ഡെൽറ്റയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് നമുക്ക് പറയാൻ സാധിക്കില്ല. ഗംഗയാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ്, ഡെൽറ്റയുടെ ഒരു പാർട്ട് ആവുന്നുണ്ട്, ബട്ട് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഇല്ല. മഹാനദി റിവറിലേക്ക് വരുമ്പോൾ മാംഗ്രൂവ് ഫോറസ്റ്റുകൾ ഓൾറെഡി മഹാനദി റിവേഴ്സിനുണ്ടെങ്കിൽ പോലും സുന്ദർബൻസിനുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. 42ാം ചോദ്യം, വാട്ട് ഡസ് MAB സ്റ്റാൻഡ് ഫോർ ഇൻ യുനെസ്കോ പ്രോഗ്രാംസ്? യുനെസ്കോയുടെ പ്രോഗ്രാംസിൽ MAB എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന്റെ ഫുൾ ഫോം എന്താണ്? മാൻ ആൻഡ് ബയോസ്ഫിയർ, മാൻകൈൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, മാൻ ആൻഡ് ബയോ ജിയോഗ്രഫി, മാൻകൈൻഡ് ആൻഡ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. മാൻ ആൻഡ് ബയോസ്ഫിയർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇവിടെ നോക്കുക, ഇതിലൂടെ പ്രധാനമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും കൺസർവേഷനോ ബയോഡൈവേഴ്സിറ്റി ഒക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബയോസ്ഫിയർ റിസർവ്സ് വേൾഡ് വൈഡിൽ മൊത്തമായിട്ട് നമ്മൾ പരിഗണിച്ചിട്ട് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലൂടെയാണ് ഇവയെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മാൻ ആൻഡ് ബയോസ്ഫിയർ. 43ാം ചോദ്യം, വിച്ച് ഇന്ത്യൻ ഡെസേർട്ട് ആനിമൽ ഈസ് കീസ്റ്റോൺ സ്പീഷീസ്? അതായത് താഴെ കൊടുത്ത ഇന്ത്യൻ ഡെസേർട്ട് ആനിമൽസിൽ ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു എന്താണ് ആ ഒരു എക്കോസിസ്റ്റത്തിൽ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന ഒരു പെർട്ടിക്കുലർ ജന്തു ഏതാണ്? ക്യാമൽ, ഒട്ടകൊണ്ട്, ബ്ലാക്ക് ബക്ക്, ഒരു തരം നമുക്കറിയാം, ഒരു തരം ഡാർക്ക് കളർ കൂടി കലർന്ന ഒരു തരം മാൻ വിഭാഗമാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബുസ്റ്റാർഡ് ഒരു കൈൻഡ് ഓഫ് പക്ഷിയാണ്. ചിങ്കാര മറ്റൊരു തരം മാൻ വിഭാഗമാണ്. ഇതിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബുസ്റ്റാർഡ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആ എക്കോസിസ്റ്റത്തിലെ മറ്റ്
സ്പീഷീസിന്റെ നിലനിൽപ്പിന് ഒരുപാട് രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ജന്തുവാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 44-ാം ചോദ്യം, വാട്ട് ഈസ് ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഫോർ നോയിസ് പൊല്യൂഷൻ ഇൻ റെസിഡൻഷ്യൽ ഏരിയാസ് ഡ്യൂറിംഗ് ദ ഡേ ഇൻ ഇന്ത്യ? അതായത് പകൽ സമയങ്ങളിൽ ഇന്ത്യയിലെ റെസിഡൻഷ്യൽ ഏരിയാസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സൗണ്ടിന് ഒരു അളവുണ്ട്. അത് എത്രയാണ്? 45 ഡെസിബിള്, 50, 55, 60 എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ റൈറ്റ് ആൻസർ 55 ഡെസിബിൾസ് എന്നാണ് മാക്സിമം. ഇപ്പൊ നോക്കുക, നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് പ്രകാരം 2000 വന്ന അതിന്റെ റൂൾ പ്രകാരം 55 ഡെസിബിള് വരെ നമുക്ക് പറ്റുന്നതാണ്. അതിന് മുകളിലേക്ക് പോയാൽ അതൊരു നോയിസ് ആയിട്ട് മാറും. 45, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻവേസീവ് സ്പീഷീസ് ഇൻ ഇന്ത്യ? അതായത് എന്താണ്, പുറത്തു നിന്നും കടന്നു വന്ന ഒരു ഇൻവേഷൻ നടത്തിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്പീഷീസ് ആണ് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത്. വാട്ടർ ഹയാസിന്ത് ആണോ, നീമാണോ, ബാനിയൻ ട്രീ ആണോ, സാൽ ട്രീ ആണോ, അല്ലെങ്കിൽ സാൽ ആണോ? ഇപ്പൊ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് വെള്ളത്തിൽ പായൽ പോലെ നിൽക്കുന്ന അതിലൊരു വയലറ്റ് നിറത്തിൽ പൂക്കളും വിരിയുന്ന ഒരു ചെടി വിഭാഗമാണ്. നീം നമുക്കറിയാം, നമ്മൾ എന്താണ് വേപ്പ് എന്നൊക്കെ പറയും അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയും. ബാനിയൻ ട്രീ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ്. അതുപോലെ സാൽ ഒരു പ്രധാന പ്രദേശങ്ങൾ കാണുന്ന മരമാണ്. ഇതിൽ വാട്ടർ ഹയാസിന്ത് ആണ് പുറത്തുനിന്ന് വന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോർത്ത് അമേരിക്ക ഓർ സൗത്ത് അമേരിക്ക ഈ ഒരു കോണ്ടിനെന്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഇന്ത്യൻ വാട്ടർ ബോഡീസിനെ നശിപ്പിക്കുന്ന രീതിയിൽ അത് പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കും, വാട്ടർ ബയോഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കുന്നതിന് കാരണമായും ചെയ്യുന്ന ഒരു ചെടി വിഭാഗമാണ് വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത്. ഓക്സിജൻ ലെവൽ കുറയുന്നതിനും ആവശ്യത്തിന് സൺലൈറ്റ് വെള്ളത്തിൽ ലഭിക്കാത്തതിനൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. ഓക്കെ, എന്നാൽ നീമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ യൂസിന് അടക്കം ഉപയോഗപ്പെടുന്ന ഒരു തരം ചെടി വിഭാഗമാണ്. ഓക്കെ, 46-ാം ചോദ്യം, വാട്ട് ഈസ് ദ കീ ഫീച്ചർ ഓഫ് കോറൽ റീഫ്സ്? പവിഴപ്പുറ്റുകളുടെ പ്രധാന ഫീച്ചർ നോക്കുമ്പോൾ ഹൈ ബയോഡൈവേഴ്സിറ്റി, അസിഡിക് വാട്ടർ, ലോ സൺലൈറ്റ് അവൈലബിലിറ്റി, പ്രസൻസ് ഓഫ് മാമൽസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ മുൻപും ഡിസ്കസ് ചെയ്തതാണ്. കരയുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ജലപ്രദേശമാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി വാട്ടറിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ പവിഴപ്പുറ്റുകൾ തന്നെയാണ്. വളരെ വലിയൊരു റിച്ച്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഹൈ ബയോഡൈവേഴ്സിറ്റി ആണ് റൈറ്റ് ആൻസർ. വാട്ടർ ആസിഡിക് ആകുമ്പോൾ ഇത്രയും ഡൈവേഴ്സിറ്റി ഉണ്ടാവില്ല. സൺലൈറ്റിന്റെ അവൈലബിലിറ്റി കമ്പാരിറ്റീവ്ലി കൂടെയാണ് ചെയ്യുന്നത്, കാരണം അധികം ആഴമില്ലാത്ത പ്രദേശം ആയതുകൊണ്ട്. പിന്നെ മാമൽസ് ഇല്ല ഒരു പ്രദേശമാണ്. മാമൽസ് ആകുമ്പോൾ കുറച്ചും കൂടി സൈസ് ഉള്ള, കൂടുതലും കരയിലുള്ള ജന്തുക്കളാണല്ലോ, വളരെ കുറഞ്ഞ മാമൽസ് അല്ല വാട്ടറിലുള്ളൂ. സോ ഹൈ ബയോഡൈവേഴ്സിറ്റി ആണ് റൈറ്റ് ആൻസർ. 47-ാം ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എംഫസൈസസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ എംഫസൈസ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 51A. ഇതിൽ റൈറ്റ് ആൻസർ ആർട്ടിക്കിൾ 48A ആണ്. ഓക്കെ, ദാറ്റ് സ്റ്റേറ്റ് ദ ഇംപ്രൂവ് ദി എൻവയോൺമെന്റ് ആൻഡ് സേഫ് ഗാർഡ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നുള്ളതാണ് പറയുന്നത്. 1976 അമെന്റ്മെന്റിലാണ് അത്, 42nd അമെന്റ്മെന്റിലാണ് അത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് പറയുന്നത്. ഓക്കെ, എൻവയോൺമെന്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ആർട്ടിക്കിൾ 14 എന്ന് പറയുമ്പോൾ എന്താണ്? ഈക്വാലിറ്റി ബിഫോർ ദി ലോ എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 51A പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. 48-ാം ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ പ്രൈമറി കോസ് ഓഫ് യൂത്രോഫിക്കേഷൻ? യൂത്രോഫിക്കേഷന്റെ പ്രൈമറി കോസ് എന്താണ്? ഹൈ ഡിസോൾവ്ഡ് ഓക്സിജൻ ലെവൽസ്, എക്സസ് ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ, ഇൻക്രീസ്ഡ് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ്,
ഡീഫോറസ്റ്റേഷൻ. യൂത്രോഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പായൽ അല്ലെങ്കിൽ ഒരു പാട പോലെ പച്ച നിറത്തിൽ ജലത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് വാട്ടർ ബോഡിയുടെ ഗുഡ് ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ പ്രധാന കാരണം യൂത്രോഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫോസ്ഫറസിന്റെയും നൈട്രജന്റെയും അമിതമായിട്ടുള്ള ഒരു എമിഷൻ ഈ ജലാശയത്തിലേക്ക് കലരുന്നതിലൂടെയാണ്. ഓക്കെ, അത് അഗ്രികൾച്ചറൽ റൺ ഓഫിൽ നിന്നാവാം, ഓക്കെ, പല കാര്യത്തിൽ നിന്നാവാം. അത് വെള്ളത്തിലുള്ള ഓക്സിജൻ ലെവലൊക്കെ കുറയുന്നതിന് കാരണമാകും. 49-ാം ചോദ്യം, ദ ഓസോൺ ലെയർ ഈസ് ഇമ്പോർട്ടന്റ് ഫോർ പ്രൊട്ടക്ടിങ് ലൈഫ് ഓൺ എർത്ത് ഫ്രം. അതായത് ഓസോൺ ലെയർ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്തിൽ നിന്നെന്നാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ, വിസിബിൾ ലൈറ്റ്, എക്സ്റേസ് എന്ന് 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കറിയാം റൈറ്റ് ആൻസർ അൾട്രാവയലറ്റ് റേഡിയേഷൻ ആണ്. നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന സ്കിൻ ക്യാൻസർ പോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക്, ഇച്ചിങ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക്, DNA ഡാമേജിനൊക്കെ തന്നെ കാരണമാകുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ തടഞ്ഞു നിർത്തുന്നത് ഈ ഓസോൺ ലെയർ ആണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് പ്രധാനമായിട്ടും ഹീറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തിക്കുന്നതിന് കാരണമാകുന്നത്. വിസിബിൾ ലൈറ്റിനെ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യുന്നില്ല. എക്സ്റേസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു തരം റേസ് ആണ് എക്സ്റേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം ക്യാരിങ് കപ്പാസിറ്റി റെഫർ ടു? ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ടേം ഈ ഒരു എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്? മാക്സിമം പോപ്പുലേഷൻ ആൻഡ് എക്കോസിസ്റ്റം ക്യാൻ സപ്പോർട്ട്. അതായത് ഒരു എക്കോസിസ്റ്റത്തിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൊള്ളിക്കാൻ പറ്റുന്ന മാക്സിമം പോപ്പുലേഷൻ ആണോ, അല്ലെങ്കിൽ മിനിമം റിസോഴ്സസ് റിക്വയർഡ് ഫോർ എ പോപ്പുലേഷൻ? ഒരു പോപ്പുലേഷന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മിനിമം റിസോഴ്സസിന്റെ അളവാണോ, അല്ലെങ്കിൽ ആവറേജ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എക്കോസിസ്റ്റം? അതായത് ഒരു എക്കോസിസ്റ്റത്തില് ആവറേജ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം? ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്, മാക്സിമം പോപ്പുലേഷൻ. അതായത് ഒരു എക്കോസിസ്റ്റത്തെ നമ്മൾ എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു കാർഡ് എടുക്കുക, നമ്മുടെ സൈലന്റ് വാലി എടുക്കുക, അതിന്റെ എക്കോസിസ്റ്റം വേണ്ടി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിന് മുഴുവനായിട്ട് എടുക്കുക. അപ്പോൾ ആ വെസ്റ്റേൺ ഗട്ട്സിന് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന, അതായത് ആ വെസ്റ്റേൺ ഗട്ട്സിൽ ഉൾക്കൊള്ളുന്ന റിസോഴ്സുകളും മറ്റും കൃത്യമായിട്ട് എല്ലാ ജന്തുക്കളിലേക്കും ഡിവൈഡ് ചെയ്യപ്പെടുന്ന രീതിയിൽ മാക്സിമം അതിന് എത്രത്തോളം പോപ്പുലേഷൻ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാരിങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇത്തരത്തിലുള്ള 50 ചോദ്യങ്ങൾക്കുള്ള വലിയ സാധ്യതയാണ് ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ ചെയ്തു. ആ വീഡിയോ കാണാത്തവർ അതുകൂടെ കാണാൻ ശ്രമിക്കുക. ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസിന് സാധ്യത ഉള്ളത്, ഏതൊക്കെ തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പഴയകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ പഠിച്ചുകൊണ്ട് നമ്മുടെ എക്സ്പേർട്സ് തയ്യാറാക്കുകയും ഞാനത് വളരെ സിമ്പിൾ ആയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് 2 വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്നു. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എക്സാം. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.